സത്യം പറഞ്ഞ അനുവേട്ടന. പിന്നെ ഇതിനകത്തേക്ക് അമ്മ ജോയിൻ ചെയ്തപ്പോഴാണ് ഇതിനകത്തൊരു ഒരു ഹൈപ്പ് വന്നത്. പക്ഷേ എന്റെ അടുത്ത് ആദ്യം ചോദിക്കണം, ഇല്ല അമ്മ അങ്ങനെ കൂടുതൽ ചോദിച്ചത് അമ്മ. എനിക്ക് കൂടുതൽ ഹിന്ദി സിനിമ ഇഷ്ടം. ഞങ്ങൾ SRK ഫാൻസ് ആണ്. എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. റേഡിയോ നമ്മുടെ UK ഇന്നുള്ളത് ആരുടെ ഒപ്പമാണ് എന്ന് ചോദിക്കുന്നതിന് പകരം നാട്ടിലെവിടെയാ എന്ന് ചോദിക്കുമ്പോൾ കുണ്ടറ എന്ന് ഉത്തരം പറയുന്ന ഒരാളാണ്. ആരാണ് കുണ്ടറ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? യെസ്, വി ആർ വിത്ത് അനീഷ് കുണ്ടറ ആൻഡ് ഫാമിലി ടുഡേ അറ്റ് റേഡിയോ നമ്മുടെ UK. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം. ആദ്യം തന്നെ ഹാപ്പി ഓണം. ശരിക്കും കുണ്ടറ തന്നെയാണോ സ്ഥലം? എൻ്റെ നാട് കുണ്ടറ തന്നെയാണ്. ശിവജി എറണാകുളത്താണ്, അമ്മയും മുൻഷയും എറണാകുളത്ത് ആണുള്ളത്. അനീഷ് കുണ്ടറ എന്ന ഇൻസ്റ്റാഗ്രാം നെയിം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? അത് പണ്ട് ഞാൻ കുണ്ടറയിൽ നിന്ന് കോളേജിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയ കാലം തൊട്ട് തന്നെ എൻ്റെ പേര് അനീഷ് കുണ്ടറയെന്ന് തന്നെയാണ്. അപ്പം കോളേജിലായാലും എന്നെ ആൾക്കാരിങ്ങനെ ചുമകളിയാക്കിയിട്ടൊക്കെ കുണ്ടറ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നോട്ടേ രജിസ്റ്റർ ആയൊരു പേരാണ് ഈ കുണ്ടറ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ പേരും എല്ലാം. ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്, ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ശരിക്കും എവിടെ നിന്നാണ്? ആ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? അതിനെന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ഞാൻ കുവൈറ്റിലായിരുന്നു ആദ്യമേ. പക്ഷെ അന്ന് ഇങ്ങനെ റീൽസ് ഒന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ റീൽസ് കാണുമായിരുന്നു. ഏറ്റവും കൂടുതൽ റീൽസ് ഈ ഫാമിലി ഓറിയൻറ്റഡ് റീൽസാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ റീലാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അനുവേട്ടൻ്റെയൊക്കെ റീലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമേ. പിന്നെ UK വന്നപ്പോഴാണ് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ അന്ന് ചേച്ചിക്ക് അന്ന് ആദ്യമൊക്കെ മെസ്സേജ് ആക്കി അയച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ റീലൊന്നും ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. കോവിഡിന്റെ ടൈമിൽ തന്നെയാണോ? ഇല്ല, കോവിഡൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ റീൽ ചെയ്ത് തുടങ്ങി. എപ്പോഴാണ് വന്നത്? UK വന്നത് 2018 ഞാൻ വന്നത്. പിന്നെ അതിനുശേഷമാണ് ഇവർ 2019 വരുന്നത്. റീൽസ് കറക്റ്റായിട്ട് ചെയ്ത് തുടങ്ങിയത് സെപ്റ്റംബർ 30, 2024. അതാണ് കറക്റ്റ് സമയം. 2 വർഷം ഇപ്പം ആവാൻ പോകുന്നു. അതെ, റീൽ ആനിവേഴ്സറി ഡേ. അത് ഓർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഒരു നല്ലൊരു ഫോൺ വാങ്ങിയത്. അപ്പോഴത്തേക്ക് ഈ ഫോൺ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നൊരു ആഗ്രഹമാണ്. കാരണം നമ്മളൊരു ഫോൺ വാങ്ങിയാൽ പൊതുവേ നമ്മൾ അങ്ങനത്തുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത്തവണ ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിയപ്പോഴത്തേക്ക് ഈ ഫോൺ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നൊരു ആഗ്രഹം വന്നപ്പം എന്നാൽ പിന്നെ റീലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആദ്യമേ കുഞ്ഞു റീലുകളൊക്കെ ഇട്ടു. രസമൊന്നുമില്ലായിരുന്നു. പിന്നെ പതുക്കെ വന്നു. പിന്നെ ഇതിനകത്തേക്ക് അമ്മ ജോയിൻ ചെയ്തപ്പോഴാണ് ഇതിനകത്തൊരു ഒരു ഹൈപ്പ് വന്നത്. അതുവരെ ഞങ്ങളിങ്ങനെ വളരെ സാധാരണമായി പോയിക്കൊണ്ടിരുന്നതാണ്. അമ്മയുടെ നാട്ടിൽ നിന്നുള്ള വരവാണ് നമുക്ക് ഒരു വലിയ വഴിത്തിരിവായത് എന്ന് പറയല്ലേ. അമ്മയോടൊന്ന് സംസാരിക്കണം. അമ്മ ശരിക്കും ഇപ്പൊ നാട്ടില് എറണാകുളമാണ് അല്ലേ? എറണാകുളം പുത്തൻകുരിശി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പുത്തൻകുരിശിലാണ്. അപ്പൊ അമ്മ ഇങ്ങോട്ടേക്ക് എത്തുമ്പോ ഇങ്ങനെ റീൽ എടുക്കുന്ന ഓൾറെഡി നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു റീല്? അമ്മ വന്നപ്പോ അതിലൊരു ആഡഡ് ക്യാരക്ടർ ആയതാണോ? ഞാൻ റീലൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ കാണാം. അനീഷ് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് റീലിൽ കൂടാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നുള്ള കണ്ടില്ല, ഞാൻ വെറുതെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാ. അല്ലാതെ ഞാൻ പൊതുവെ റീലൊന്നും എനിക്ക് അറിയാനും പാടില്ല. അനീഷാണ് ഇതിലേക്ക് തന്നെ ഓരോ കാര്യം പറഞ്ഞു തരും എന്നോട്. അമ്മ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. അമ്മയുടെ പേര് എങ്ങനെയാണ്? എന്റെ പേര് മല്ലികാണ്. ഓ, അടിപൊളി. അതപ്പോ അമ്മ ഇവിടെ വന്ന് റീല് തുടങ്ങി. ഇപ്പം അമ്മയാണോ റീലിന്റെ പിന്നിലെ മെയിൻ തല, അതോ അമ്മയാണ്? എനിക്കൊരു തലയില്ല. ഞാൻ എന്നെ തലയായിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ്. അതിന്റെ ഒരു ഭാഗം, ഒരു സൈഡ്. സംഭവം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ അമ്മയടുത്ത് ഇത് പറയും എന്ന് പറയുമ്പോൾ അമ്മ അത് പറയും, ഇല്ലാതെ പറയുന്ന പറയുമ്പോൾ അമ്മ അത് പറയും. എല്ലാം കഴിഞ്ഞ് റീലാകുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഓ ഇതാ നമ്മൾ ചെയ്തതെന്നുള്ളത്. എനിക്കറിയില്ല. അപ്പൊ ഈ വീട്ടിലെ ജീത്തു ജോസഫ് സത്യം പറഞ്ഞ അനീഷേട്ടനാണ്. കഥയൊന്നും മൊത്തത്തിൽ പറയുന്നില്ല, നിങ്ങൾ അഭിനയിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പറയുന്നു. ഇവരത്തെ നേരത്തെ പറഞ്ഞ ഇവര് ഭയങ്കര വലിയ അഭിനയവും പ്ലാനിങ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പൊ എന്നോട് ചോദിക്കും അമ്മ നമുക്കൊരു റീൽ ചെയ്താലോ? അപ്പൊ ഇനി എനിക്കൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റൂല. ഡ്യൂട്ടി കഴിഞ്ഞു അപ്പൊ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്. ഞാനിവിടെ NHS ICU നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു.
മോൻഷ നഴ്സ് പ്രാക്ടീഷണറായിട്ട് NHS തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ പൊതുവേ നൈറ്റാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം പിള്ളേരെ സ്കൂളിൽ റണ്ണൊക്കെ ഉള്ളതുകൊണ്ട്. രണ്ട് കുട്ടികളാണ്. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 വയസ്സാവുന്നു. അടുത്ത നാളെ കഴിഞ്ഞാണ് ബർത്ത്ഡേ. അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് കിടന്നുറങ്ങുന്നു, പിന്നെ വന്ന് വൈകുന്നേരം വീണ്ടും നൈറ്റിന് പോകുന്നു. അതാണ് നമ്മുടെ ഈ റുട്ടീൻ ഇപ്പോൾ അടുത്ത മൊമെന്റ്. ഈ കോമഡി കോൺവെർസേഷൻസ് ഒക്കെ മോനിഷ ഒന്നും പറഞ്ഞു കേട്ടില്ല. ശരിക്കും ഇത് ആരുടെ തലയിൽ ഉദിക്കുന്ന ഐഡിയാസ് ആണ്? ശരിക്കും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ വരുന്ന കൗണ്ടറുകളാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കേട്ടിട്ട് നിങ്ങൾ ഇതിലേക്ക് റീൽസിലേക്ക് കൊണ്ടുവരുന്നതാണോ? അത് അനീഷേട്ടൻ തന്നെയാണ്. അനീഷേട്ടന് കുറെ എഴുതാനും അങ്ങനെ കുറെ മലയാള സാഹിത്യമൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു ആദ്യം മുതലേ. അപ്പൊ ഞാൻ പറയുമായിരുന്നു ഫേസ്ബുക്കിൽ പേജോ വ്ളോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ. പിന്നെ ആക്ടിങ് ഇഷ്ടമാണ് അനീഷേട്ടന്. അങ്ങനെ ഇപ്പൊ അനീഷേട്ടന്റെ സപ്പോർട്ട് എന്നുള്ള മട്ടും. അതെ അതെ അതെ. ഞാനത്ര ഒരു എന്താ പറയാ, ഞാൻ വളരെ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ അപ്പൊ അനീഷേട്ടന് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ എന്താ വെച്ചാൽ ആദ്യമേ റീൽ ചെയ്ത് തുടങ്ങി. ഞാൻ മാത്രമുള്ള നമ്മുടെ ഈ ഡബ്സ്മാഷൊക്കെ പോലത്തെ ചെയ്ത് തുടങ്ങി. അപ്പം ആർക്കും അതങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് വേറെ ആഡ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ആരാണ്? നമ്മുടെ ഭാര്യയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. വേറെ ആരും നമ്മളിവിടെ ഒന്നും അഭിനയിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു വരാമെന്ന് ചോദിച്ചു. അങ്ങനെ വന്നു. അപ്പം അതിങ്ങനെ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി ആ സമയത്ത്. പിന്നെയാണ് അതിനകത്തേക്ക് അടുത്ത അമ്മ വന്നത്. പിന്നെ അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വന്നു. നാട്ടിൽ കൊണ്ടുവരുന്ന എൻ്റെ അമ്മ വന്നു. അപ്പം അമ്മ സ്വാഭാവികമായിട്ടും അമ്മായിയും വന്ന് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് അമ്മ ചെയ്തില്ലെങ്കിൽ മോശമല്ലെന്ന് ഓർത്തിട്ട് അമ്മയും കയറിയത്. കോമ്പറ്റീഷൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ കയറിയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ 6 മാസമായപ്പോൾ അമ്മ അഭിനയിച്ചു. പിന്നെ ഇവർ 6 മാസം വെച്ച് എല്ലാവരും ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നു പോയി ഇരുന്നു. അപ്പം ഇപ്പം റീസെൻ്റ്ലി ഇപ്പം അമ്മ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ചില കാര്യം കണ്ടന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ചില തമാശകളൊക്കെ ഓട്ടോമാറ്റിക്കലി പറയുന്ന തമാശകളൊക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ആളമ്മയായിരിക്കും. പണ്ടൊക്കെ അമ്മ ഓരോ തമാശകൾ വരുമ്പോൾ ഞങ്ങൾ ഓർക്കും എന്ത് അമ്മ പറയുന്നത്. ഞങ്ങൾക്ക് അതത്ര എൻജോയ് ചെയ്യാനുള്ള ഇതില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ സ്കിൽസ് ഇപ്പോഴാണ് അമ്മ ശരിക്കും. ഈ റീൽസിൽ ഞാൻ പൊതുവെ കണ്ടുവന്നിരിക്കുന്ന ഒരു തീം UK ലൈഫ് നമ്മുടെ മലയാളി ഓഡിയൻസിന്. ഇപ്പം അമ്മ നാട്ടിൽ വന്ന് വരുന്നു, അപ്പം നാട്ടിലുള്ള അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരിയാണല്ലോ. ശരിക്കും ഇത് നമുക്ക് നല്ലൊരു ജനസ്വീകാര്യതയ്ക്ക് കാരണമാകുന്നുണ്ടോ? കുറെ പേര് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ അത് മാത്രമല്ല, നമ്മൾ ഈ മലയാളികളായിട്ട് വേറെ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ കാനഡയിലേക്കുള്ള ആൾക്കാർ അവർ ഇത് തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്ന രീതിയിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇതൊക്കെ തന്നെ ബ്രോ ഇവിടെ നടക്കുന്നത്, അപ്പോൾ എൻജോയ് ബ്രോ, ഇത് ഈ പേജിൽ കൂടെ ഒന്ന് കൊളാബ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതെ, പ്രവാസ ജീവിതം അമ്മയോട് ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് അമ്മ ഇവിടെ വന്നപ്പോഴും തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു വലിയ തിരിച്ചറിവായിരുന്നോ? എനിക്കൊന്നും അറിയില്ല. ഇവര് എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാനവിടെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ വീട്ടിലെ. അച്ഛൻ മരിച്ചു 2 വർഷമായി. അപ്പൊ അത് കാരണം ഞാൻ മോനാണെങ്കിൽ അയർലൻഡിലാ, മോന്റെ ഭാര്യ അവിടെയാണ്. അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പൊ ഇവരെന്നെ വിളിച്ചു, അമ്മ വാങ്ങും പോലെ 5-6 മാസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാനിവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരിവിടെ വന്നപ്പോൾ റീലൊക്കെ ചെയ്യണം. അപ്പം അനീഷ് എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് റീലിൽ കൂടാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചോദിക്കുമ്പോഴാണെങ്കിൽ അനീഷേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കണം. ഇല്ല അമ്മ അങ്ങനെ ചോദിച്ചത് അനീഷ് ആദ്യം മോനിഷോടാണ് ചോദിച്ചത്. റീലിൽ കൂടാവോന്ന് അനീഷേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിനിപ്പോ റീല് കൊണ്ടുവരുന്ന അനീഷിന്റെ കൂടെയല്ലേ റീല് ചെയ്യണതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് അറിയത്തില്ല ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെന്ന് പോലും ഒന്നുമില്ല. ചെറിയൊരു ഫോൺ, അത് കഴിഞ്ഞ് ഫോൺ മേടിച്ചെന്നെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തൊരു സമയമല്ലേ. യൂട്യൂബിൽ അമ്മ ഇരുന്ന് മറ്റേ നമ്മുടെ സീരിയല് കുക്കിംഗ് വീഡിയോസ് ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. ആഡിയൻസ് പിള്ളേരുടെ പാട്ട് പരിപാടി, അതിനോടൊക്കെ ഭയങ്കര താല്പര്യം എനിക്ക്. അത് കാരണം ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും. കുക്കിങ്ങിന്റെ പരിപാടികളൊക്കെ അതൊക്കെ ഫോണിൽ കണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും എനിക്ക് ഉണ്ടായില്ല, എനിക്കിട്ട് അറിയാനും പാടില്ലായിരുന്നു. അതെ, അപ്പൊ അമ്മ ഈ നമ്മുടെ റീൽസിൽ നാട്ടിൽ അമ്മയുടെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ശരിക്കും നടക്കാറുണ്ടോ, അതോ ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പൊ മൊത്തം ഇൻസ്റ്റാഗ്രാം തന്നെയാണോ? എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? അവര് നാട്ടിലുള്ളവർ ഓരോ സീരിയല് കണ്ടിട്ട് റീല് കണ്ടിട്ട് എന്നോട് ചോദിക്കും ഇങ്ങനെ അങ്ങനെ അഭിനയിച്ചെന്ന് പറയണ കേട്ടല്ലോ, ശരി അങ്ങനെയൊക്കെ അഭിനയിച്ചല്ലോ. ഞാൻ പറഞ്ഞു അഭിനയിച്ചു, അനീഷിന്റെ കൂടെ അല്ലേ.
എന്ന് പറയും. അല്ലാതെ നല്ലതാന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് വീട്ടിൽ നിന്ന്, വീടിന്റെ അടുത്തുനിന്ന്. മൊത്തത്തിൽ ആ ഒരു കണ്ണീർ സീരിയലുകളിൽ നിന്ന് നമുക്കൊരു പുഞ്ചിരി അല്ലെങ്കിൽ ചിന്ത വിടർത്തുന്ന റീലുകളിലേക്ക് അമ്മ കാരണം കുറെ പേര് നാട്ടില് ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? ആ കുറെ പേരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നാട്ടിൽ നിന്നൊക്കെ ആയാലും അത് നല്ല തമാശയാണ്, ചിരിക്കാറുണ്ട്. എനിക്കൊരു സന്തോഷം എന്നാന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കല്ലേ, അപ്പൊ ഇവിടെ പിള്ളേരുടെ കൂടെ ഉള്ളവർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് കാരണം ഞാനിവിടെ വന്ന് ഇവരുടെ കൂടെ കൂടി. നമുക്കറിയാം നമ്മുടെ റേഡിയോ, നമ്മുടെ UK എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മലയാള കൾച്ചർ നമുക്ക് UK വളർത്തുന്ന ഒരു വലിയ ഭാഗമാകാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മീഡിയം ആണല്ലോ റേഡിയോ. അത് തന്നെയാണ് നമ്മുടെ ടീമും ഉദ്ദേശിക്കുന്നത്. അപ്പം കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനോടും നമ്മുടെ മലയാള കൾച്ചറിൽ വളർത്തുന്നതിനോടുമൊക്കെയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം? പൊതുവെ വീട്ടിൽ മലയാളം തന്നെ ഞങ്ങൾ പറയാറുള്ളത്. മോള് സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോണവരെ മലയാളം മാത്രമേ പറയുള്ളൂ. നന്നായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നാട്ടിലെ പിള്ളേർ അങ്ങനെ മലയാളം പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇനി പിക്ക് ചെയ്യാൻ പറ്റുമോ ഇംഗ്ലീഷ് എന്ന്. പക്ഷെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ പിന്നെ അന്ന് പിന്നെ അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചൊന്ന് വീണ്ടും, പക്ഷെ ഇപ്പൊ അമ്മയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ആള് പിന്നെ മലയാളം സംസാരിച്ചു തുടങ്ങി. പറയുള്ളൂ. എന്നാ വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ, അപ്പൊ എന്നോട് മലയാളം മാത്രമേ പറയുള്ളൂ. മോൻ പിന്നെ കുറച്ച് മനസ്സിലാവും, പക്ഷെ പറയാൻ പാടാം. മനസ്സിലാവും. നേരത്തെ ഇവിടെ 2.5 വയസ്സ് മുതലേ ഇവിടെ നഴ്സറി പോവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും കൂടെ എക്സ്പോഷർ കിട്ടി. അതുപോലെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് കോവിഡിന്റെ സമയമായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ആരും കാണുന്നില്ല, അപ്പൊ ആരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് വന്നു തുടങ്ങിയപ്പോ തന്നെ മോന് ഒരു 4 വയസ്സോളം അതിന് ശേഷം ഇവരൊക്കെ വരുന്നത്. പക്ഷെ മോളതല്ല, മോള് കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ ഇവരൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴും ആ ഒരു ഭാഷ. ഞങ്ങള് പൊതുവെ മലയാളമാണ്, നമുക്ക് മലയാളമാണല്ലോ നമ്മുടെ ഭാഷ. നമ്മൾ മലയാളം അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാറില്ലല്ലോ. അതെ, അവരതുകൊണ്ട് മലയാളം പറയണം, അറ്റ്ലീസ്റ്റ് പിഹു എങ്കിലും മലയാളം പറയണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ശരിക്കും ആസ് എ ഫാമിലി നമുക്ക് ഇപ്പൊ റീൽസ് എടുക്കുന്നു, ഒരു 90% മലയാളികളുടെ ഉള്ളിൽ സിനിമാ മോഹമുണ്ട്. നിങ്ങൾക്ക് ആസ് എ ഫാമിലി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കുടുംബത്തിനുണ്ടോ എനിക്കറിയില്ല, എനിക്കുണ്ട്. പണ്ട് തൊട്ട് നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സിനിമ കാണുന്നതും എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് അതാണ് ഇഷ്ടം, അതാണ് താല്പര്യം. അനീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വേഗം എന്ന് പറഞ്ഞു വേണം, ഏതായിരിക്കും റീസെന്റ് വരുന്നത്? ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുവരെ ഇറങ്ങിയ ഒരു സിനിമ? ഒരു സിനിമയായിട്ട് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ മോഹൻലാലിന്റെ സിനിമകളാണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകൾ. ലാലേട്ടൻ ഫാനാണ് സ്വാഭാവികമായിട്ടും. ലാലേട്ടൻ, മമ്മൂട്ടി അങ്ങനെയുള്ളവരൊക്കെ സിനിമ അധികം കാണാറില്ല. പക്ഷെ നമ്മൾ ടി-വിയിൽ വരുമ്പോൾ നേരത്തെ ഒക്കെ കാണുമായിരുന്നു. അതനുസരിച്ച് മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഹിന്ദി സിനിമ ഇഷ്ടം. ചെറുപ്പകാലത്ത് തൊട്ടേ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ചെറുപ്പം ഒക്കെ നോർത്തിലും അവിടെ ഞങ്ങൾ SRK ഫാൻസ് ആണ്. അപ്പൊ ഹിന്ദി എപ്പോഴെങ്കിലും നമുക്ക് റീലിലൊക്കെ ഇനി വരുന്ന റീലിൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റും. എനിക്കറിയത്തില്ല. നാട്ടിലുള്ളവരോട്, നമ്മുടെ ഒരു പ്രവാസി ജീവിതം നമ്മൾ നയിക്കുകയാണല്ലോ ഇവിടെ, അവരോട് നമുക്ക് ഈ ഓണത്തിന് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക? മെസ്സേജ് ഒന്നുമില്ല. എല്ലാവരും കിട്ടുന്ന നല്ല സമയത്ത് സന്തോഷം ആയിട്ടും തമാശകളിലൂടെയും ഉള്ള ആഘോഷങ്ങളെല്ലാം അവനവന് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കുക. നമുക്കിപ്പം എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ ആഘോഷിക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആഘോഷിക്കുക. കാരണം ഇതെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഉള്ളത്. അവനെ കൊണ്ടാവുന്ന പോലെ എല്ലാവരും ആഘോഷിക്കുക. നേരത്തെ ഗൾഫിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രവാസി എന്നുള്ളത്, ഗൾഫിലാണോ UK-ലാണോ സത്യം പറഞ്ഞാൽ മലയാളി ആഘോഷങ്ങൾ, ഓണാഘോഷങ്ങൾ കൂടുതൽ? അത് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒന്നാമത് ഗൾഫിൽ കുവൈറ്റിലായിരുന്നു ഞാൻ. പക്ഷെ എനിക്കറിയത്തില്ല ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ കുവൈറ്റിലെ ഓണാഘോഷമായിട്ട് കമ്പയർ ചെയ്യുമ്പം UK-ലാണ് ഒരുപാട് ഓണാഘോഷങ്ങളുള്ളത്. കാരണം നമുക്കിവിടെ ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് എല്ലാം ചെയ്യാമല്ലോ. ലൈക്ക് നമുക്കിപ്പം എല്ലാ ഫ്രണ്ട്സ് ഗ്യാങ് ആണെങ്കിൽ അവരും കൂടി നമ്മൾ ഒരു പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരുപാട് ഓണം സെലിബ്രേഷൻസ് ഉണ്ട്. പല ഫ്രണ്ട്സിന്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും, നമ്മൾ നമ്മുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മലയാളി അസോസിയേഷൻ, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മലയാളി അസോസിയേഷനിൽ നമ്മൾ ചെയ്യും. എവിടെയാണ് ശരിക്കും? ഡെർബിയിലാണ് ബേസ്ഡ്. ഡെർബിയിലാണ് ഞങ്ങളുള്ളത്. അപ്പം ഡെർബി മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കും.
ഇപ്പം ലണ്ടനിലെ ഏറ്റവും വലിയ ഓണാഘോഷമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ UK മൊത്തം. അപ്പോൾ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു റീൽസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം സത്യം പറഞ്ഞാൽ ഒരുപാട് ഓണാഘോഷങ്ങളിലേക്ക് ഇൻവൈറ്റ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ? ബിസി ആയിട്ടുള്ള ഒരു ഓണം സീസൺ ആണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓണാഘോഷമാണ് ബ്രോ ആണെങ്കിൽ വരണേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലായിടത്തും ഒന്നും നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകാറുണ്ട്. നമുക്കറിയാം ഓണം കഴിഞ്ഞാൽ വിന്റർ ആണ്. അപ്പോൾ റീൽസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കുമോ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീമോ ഇനി എന്തെങ്കിലും ഒരു വലിയ ഐഡിയോ എന്തെങ്കിലും നമുക്ക് മനസ്സിലുണ്ടോ? നവംബർ 1 വരെ എന്തായാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണത്തില്ല. കാരണം അമ്മ ഇവിടെ ഉണ്ടാവും. നവംബർ 1 കഴിയുമ്പോൾ അമ്മ പോകും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പ്ലാനിൽ എൻ്റെ അമ്മ വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇപ്പം വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്ലാൻ ബി എന്തെങ്കിലും കണ്ടെത്തണം. ചുരുക്കം പറഞ്ഞാൽ അർജന്റീന ടീം മെസ്സിക്ക് ചുറ്റും അനീഷ് കുണ്ട്രയുടെ റീൽസ് അമ്മയ്ക്ക് ചുറ്റും. അങ്ങനെ തന്നെയാണല്ലോ. ഗ്രേറ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലും നമ്മോടൊപ്പം റേഡിയോ നമ്മുടെ UKയോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി തിരുവോണ ദിന ആശംസകൾ. നല്ലൊരു ഓണക്കാലമാകട്ടെ. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ അനീഷ് കുണ്ട്ര. ഇത് റേഡിയോ നമ്മുടെ UK. നാട്ടിലെവിടെയാ? ഹായ്, ഞാൻ മോനിഷ അനീഷ്. ഇത് റേഡിയോ നമ്മുടെ UK. നാട്ടിലെവിടെയാണ്? ഹായ്, ഞാൻ അമ്മയാണ്. ഇത് റേഡിയോ നമ്മുടെ UK. നാട്ടിലെവിടെയാ? അതന്നെ